ശബരിമലയിൽ ശരിക്കും സ്വർണം മോഷണം പോയിട്ടുണ്ടോ സർ? ഈ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സ്വർണം മോഷണം പോയിട്ടുണ്ട്, വെറുതെ പറയുന്നതല്ല. ഞാൻ അതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞുതരാം. 1998 മുതൽ നമ്മൾ സംസാരിച്ചോളാണ്. അത് പറഞ്ഞാലേ പ്രജിത ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം പ്രജിതയ്ക്കും ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും സ്വയം മനസ്സിലാവത്തുള്ളൂ. 1998 വിജയ് മല്യ, നമ്മുടെ കിങ് ഫിഷറൊക്കെ ഉണ്ടായിരുന്ന UB ഗ്രൂപ്പിൻ്റെ, നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തു പോയല്ലോ പുള്ളി, വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൂശാൻ അല്ലെങ്കിൽ സ്വർണം സംഭാവന ചെയ്യുന്നത്, മേൽക്കൂര, ദ്വാരപാലകരുടെ വിഗ്രഹങ്ങൾ, ഇതെല്ലാം സ്വർണം പൊതിയാനായിട്ട് വിജയ് മല്യ മുന്നോട്ട് വരുന്നു. വിജയ് മല്യ അതിനായിട്ട് UB ഗ്രൂപ്പ് 30.3 കിലോഗ്രാം സ്വർണം നൽകി. ചെമ്പുണ്ട്, സ്വർണം മാത്രം കൊണ്ട് ഒരു മേൽക്കൂരയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സ്വർണം കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കിയാൽ അതിന് ബലം ഉണ്ടാവത്തില്ല. സ്വർണത്തിന് തന്നെ ബലം ഉണ്ടാവുന്നതിൽ ചെമ്പ് ചേരുമ്പോഴാണ്. തങ്കമാണല്ലോ, തങ്കത്തിൻ്റെ കൂടെ നിശ്ചിത അളവിൽ ചെമ്പ് ചേരുമ്പോഴാണ് സ്വർണം ഉണ്ടാവുന്നത്. ഈ ചെമ്പിൻ്റെ അളവനുസരിച്ചാണ് അതിന് കാരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അങ്ങനെ സ്വർണ്ണപ്പാളികൾ ഉപയോഗിക്കാൻ വേണ്ടി 30.3 കിലോഗ്രാം സ്വർണം UB ഗ്രൂപ്പ് നൽകി. സ്വർണം മാത്രമല്ല, ചെമ്പും നൽകി. 1900 കിലോഗ്രാം ചെമ്പ് നൽകി. ഇതുകൊണ്ട് ചെമ്പ് പൊതിയുന്ന പരിപാടി ആരംഭിച്ചു. ഓർമ്മിക്കണം, മേൽക്കൂര മാത്രമല്ല, ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്ന ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ കൂടി സ്വർണ്ണപ്പാളികൾ പൊതിയാൻ തീരുമാനിച്ചു. ശരി, ചെന്നൈയിലെ മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള JNR ജ്വല്ലറി, അവരാണ് അതിൻ്റെ ഉടമ. നാഗരാജും 53 ശില്പികളും സന്നിധാനത്ത് വന്ന്, അണ്ടർലൈൻഡ്, സന്നിധാനത്ത് വന്നിട്ടാണ് ഈ പണി ചെയ്തത്. അതായത് ശബരിമല സന്നിധാനത്തിലുള്ള ഏതാണ്ട് 10 ലക്ഷത്തിന് മുകളിലോ മറ്റോ ചിലവുള്ള പണികൾ, ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ, അങ്ങനെയുള്ള കാര്യത്തിൽ വന്നാൽ സന്നിധാനത്ത് വെച്ച് ചെയ്യണമെന്നാണ് നിയമം. അപ്പോഴാണ് ഈ വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ട് ഹൈക്കോടതിയെ അറിയിക്കാതെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പം ഈ സ്വർണം പൊതിയുന്ന പ്രക്രിയ വേണമെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് വിജയ് മല്യക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ വിജയ് മല്യ നിലവിലുള്ള നിയമപ്രകാരം അവിടെ വെച്ച് ചെയ്യാൻ പറഞ്ഞു. JNR ജ്വല്ലറി ഉടമ നാഗരാജും 53 ശില്പികളും വന്നു. എന്നിട്ട് എങ്ങനെയാണ് സ്വർണം പൊതിയാനുള്ള പ്രക്രിയ ആരംഭിച്ചത്? അതൊരു വലിയ പണിയാണ്. അതായത് സ്വർണം എന്ന് വെച്ചാൽ വെറുതെ സ്വർണം എടുത്ത് കളിമണ്ണ് പൊതിയുന്ന പോലെ പൊതിയാൻ പറ്റില്ല. സ്വർണത്തിൻ്റെ ഒരു പ്രത്യേകത, എത്ര നേരിയതാക്കാനും പറ്റുന്ന ലോഹമാണ് സ്വർണം. സ്വർണത്തിൻ്റെ നൂലുണ്ടാക്കാം, നമുക്ക് തീരെ തലമുടി വലിപ്പത്തിലുള്ള നൂല് പോലും ഉണ്ടാക്കാം. സ്വർണ്ണ നൂലുകൾ പാകിയ വസ്ത്രങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കാരണം നമ്മുടെ വസ്ത്രങ്ങളുടെ നൂല് പോലെ നേർത്ത നൂലുകൾ സ്വർണം കൊണ്ടുണ്ടാക്കാം. അതാണ് സ്വർണത്തിൻ്റെ ഒരു പ്രത്യേകത. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആദ്യമേ ചെമ്പ് പൊതിയും. 1900 കിലോഗ്രാം കൊണ്ട് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ ചെമ്പ് പൊതിയും. ഈ ചെമ്പിൻ്റെ മുകളിൽ സ്വർണ്ണപ്പാളി ഒട്ടിക്കും. നോട്ട് പ്ലേറ്റിംഗ് അല്ല, സ്വർണ്ണപ്പാളി. ചെമ്പിലെങ്കിൽ സ്വർണത്തിൻ്റെ പാളികൾ ഒട്ടിക്കുകയാണ്. അത് ഒട്ടിക്കുന്നത് മെർക്കുറി രസം വെച്ചാണ് ഒട്ടിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ചെമ്പിൻ്റെ ആവരണത്തിൻ്റെ മുകൾ 1900 കിലോഗ്രാം ചെമ്പുണ്ടായിരുന്നു. ചെമ്പ് കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കി. ദ്വാരപാല വിഗ്രഹങ്ങൾ ചെമ്പ് കൊണ്ട് പൊതിഞ്ഞു. അതിൻ്റെ മുകളിൽ സ്വർണ്ണപ്പാളികൾ പതിച്ചു. പ്ലേറ്റ് അല്ല, ശ്രദ്ധിക്കണം. അങ്ങനെ എങ്ങനെയാണ് പാളികൾ പതിക്കുന്നത്? ഒട്ടകത്തിൻ്റെ തോലെടുക്കും. ഒട്ടകത്തിൻ്റെ തോൽ ഉണക്കിയിട്ട് അതിൽ 200 ഗ്രാം വീതം സ്വർണം വെക്കും. എന്നിട്ട് ഓരോ സ്വർണ്ണക്കട്ടിയും ഏതാണ്ട് 5000-ഓളം തവണ കൈകൊണ്ട് ചുറ്റിക കൊണ്ടടിക്കും. അങ്ങനെ അടിച്ചടിച്ച് മിനിമം 5000 തവണയെങ്കിലും അടിക്കുമ്പോൾ ഇത് വളരെ നനുത്ത പാളികളാവും. ഈ പാളികളാണ് ഇതിന്മേൽ ഒട്ടിക്കുന്നത്. അങ്ങനെ 397 ഗ്രാം വീതമുള്ള 14 പാളികൾ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് ഓർക്കണം, ചെമ്പ് കൊണ്ട് ദ്വാരപാലക വിഗ്രഹങ്ങൾ പൊതിഞ്ഞു. അതിൻ്റെ മേലെ ഈ പറയുന്ന പരമ്പരാഗത രീതിയിൽ മെഷീൻ മെയ്ഡല്ല, മെഷീനിൽ സ്വർണ്ണപ്പാളി നേർത്തതാക്കാം. പക്ഷേ ശബരിമല മെഷീനും കൊണ്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന ശില്പികൾ തന്നെ ഒട്ടകത്തിൻ്റെ തോലിൽ വെച്ച് കൈകൊണ്ട് ചുറ്റിക കൊണ്ട് ഓരോ തവണയും 5000 തവണ വീതം അടിച്ച് നനുത്ത പാളിയാക്കിയത് ഈ ചെമ്പിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ ഉപയോഗിച്ച വസ്തു മെർക്കുറിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു. അങ്ങനെയാണ് സ്വർണം. അപ്പോൾ ശരിക്കും എന്ത് പറ്റി? ഈ ചെമ്പ് പാളികൾക്ക് മുകളിൽ സ്വർണത്തിൻ്റെ പാളി ഉണ്ടായി. അപ്പോൾ നമ്മളൊരു റോൾഡ് ഗോൾഡ് മാല വാങ്ങിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ മങ്ങിപ്പോവും. കാരണം എന്താണ്? അതിലെ സ്വർണം പൂശാണ്.
ഇവിടെ ഈ ചെമ്പ് പാളികൾക്ക് മേൽ സ്വർണം പൂശിയിട്ടുണ്ടോ? ഇല്ല. സ്വർണം പതിപ്പിക്കുകയാണ്. അങ്ങനെ ഈ സ്വർണം അതിൽ പതിപ്പിച്ചിട്ടുണ്ട്. സ്വർണം ഇങ്ങനെ പതിപ്പിച്ച സ്വർണം, അത് ഗോൾഡ് ക്ലാഡിംഗ് എന്നാണ് പറയുന്നത്. ഗോൾഡ് നോട്ട് പ്ലേറ്റിംഗ്, ഗോൾഡ് ക്ലാഡ് ചെയ്തതായിരുന്നു ദ്വാരപാലക വിഗ്രഹങ്ങൾ. മുകളിലുള്ള മേൽക്കൂര അങ്ങനെ തന്നെയാണ്. ഇനി മേൽക്കൂരയിലെ സ്വർണം, ഇനി മേൽക്കൂര ആരും ഇളക്കി നോക്കാത്തതുകൊണ്ട് മേൽക്കൂരയിലെ സ്വർണത്തിൻ്റെ സ്ഥിതി നമുക്കറിയില്ല. അങ്ങനെയുള്ള ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ട് കവർ ചെയ്ത ചെമ്പ് പാളികൾ, അല്ലേ, ചെമ്പ് പാളികളാണ് 2019 ഇളക്കിയെടുത്തത്. എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ? ഇതിലെ പ്ലേറ്റിങ്ങിൻ്റെ നിറം പോയി. അവിടെയാണ് ചോദ്യം. അന്ന് പ്ലേറ്റിംഗ് ഇല്ല, 98 പ്ലേറ്റ് ചെയ്തിട്ടില്ല, സ്വർണം തന്നെ പതിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്ലേറ്റിങ്ങിൻ്റെ നിറം മങ്ങി എന്ന് പറഞ്ഞത്? എന്നിട്ട് കൊണ്ടുപോകുന്ന മകസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്നറിയോ? കൊണ്ടുപോയിരിക്കുന്നത് ചെമ്പിൻ്റെ വിഗ്രഹങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ അതിലൊട്ടിച്ചിരുന്ന, അതിൽ മെർക്കുറി കൊണ്ട് ഈ പറഞ്ഞ പ്രക്രിയ വഴി പതിപ്പിച്ച സ്വർണം എവിടെ പോയി? ഇതാണ് ചോദ്യം. അവിടെ കൊണ്ടുപോയിരിക്കുന്നത് ചെമ്പ് പാളികൾ എന്നാണ് ദേവസ്വത്തിൻ്റെ റെക്കോർഡിലുള്ള. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് 98, 11 വർഷം അല്ലേ? 11അല്ലല്ലോ, 20 വർഷം, 20ഓളം വർഷം, 20 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്വർണം ആവിയായി പോയോ? അങ്ങനെ സ്വർണത്തിൻ്റെ പാളി പതിച്ചാൽ സ്വർണം കുറേ കഴിയുമ്പോൾ ഡിപ്രീസിയേഷൻ വന്നിട്ടോ വാനിഷായി പോകുമോ എന്ന് എനിക്കറിയില്ല. അത് സാങ്കേതിക വിവരമുള്ളവർ പറയട്ടെ. പക്ഷെ നമ്മുടെ ഒരു അറിവിൽ സ്വർണം ഒരു മെറ്റലാണ്, അല്ലേ? സ്വർണം ഒരു ലോഹമാണ്, ചെമ്പ് പോലൊരു ലോഹമാണ്. ചെമ്പെന്ന് പറയുന്ന ലോഹത്തിൻ്റെ മുകളിൽ ഒട്ടിച്ചതാണ് ഈ സ്വർണ്ണപ്പാളികൾ. അതെങ്ങനെയാണ് അപ്രത്യക്ഷമായിട്ട് ചെമ്പ് പാളികൾ മാത്രമായി മാറിയത് എന്നാണ് ചോദ്യം. എന്നിട്ട് എന്ത് ചെയ്തു? 42.8 കിലോഗ്രാം ഉണ്ടായിരുന്നു ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ അളക്കുമ്പോൾ. അതിൻ്റെ വെയിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 41 അതിൽ 4.41 കിലോഗ്രാം തൂക്കം കുറഞ്ഞു. 42 കിലോയിൽ നിന്ന് അത് 38 കിലോയിലേക്ക് കുറഞ്ഞു. 4 കിലോഗ്രാം 410 ഗ്രാം കുറഞ്ഞു. അപ്പോൾ 4 കിലോഗ്രാം 410 ഗ്രാമിൻ്റെ ഇന്നത്തെ സ്വർണ്ണ വില വെച്ച് നോക്കുമ്പോൾ കോടികൾ വരും. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ചെമ്പ് പാളിയാണോ കൊണ്ടുപോയതെങ്കിൽ അതിൽ പൂശിയിരുന്ന സ്വർണം, അതായത് 397 ഗ്രാം വീതം സ്വർണമുള്ള 14 പാളികൾക്ക് എന്തു പറ്റി? ഇതൊരു ചോദ്യം. ഇതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. ഇതിൻ്റെ ഉത്തരം അറിയാവുന്നത് ഇപ്പോൾ അയ്യപ്പന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വിവാദം. അപ്പോൾ ഈ പറയുന്ന കാലയളവിൽ 2019 കേരളം ഭരിച്ചതാരാ? പിണറായി വിജയൻ. ഇപ്പോൾ കേരളം ഭരിക്കുന്ന ആരാ? പിണറായി വിജയൻ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഈ ദുരൂഹത എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വിവാദമുണ്ടായത് ഈ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും അപകീർത്തിപ്പെടുത്താനാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനോമലി, ഇങ്ങനൊരു ദുരൂഹത, ഇങ്ങനെ സ്വർണ്ണപ്പാളികൾ കാണാതെ ചെമ്പ് തെളിഞ്ഞു വന്നത് എന്തുകൊണ്ടാണ്? ഇനി വിജയമല്യ പറ്റിച്ചതാണെങ്കിൽ അതും പറയണം. വിജയമല്യ സ്വർണ്ണമാണെന്ന് പറഞ്ഞ് വിജയമല്യ തട്ടിപ്പ് കേസിലൊക്കെ പെട്ട് പുറത്താണ്. ഇനി അയാൾ തട്ടിപ്പുകാരനായിട്ട് സ്വർണമെന്നും പറഞ്ഞ് കൊണ്ടുവന്നത് സ്വർണത്തിൻ്റെ നിറത്തിലുള്ള എന്തെങ്കിലും വേറെ സാധനമാണ്, അങ്ങനെ പറയണം. ഇതിനകത്ത് ആരാണ്? വിജയമല്യ പറ്റിച്ചോ? അയ്യപ്പന് കൊടുക്കാമെന്ന് പറഞ്ഞ 30, അങ്ങനെ ഉണ്ടെങ്കിൽ ശബരിമലയിലെ മേൽക്കൂരയിലെ സ്വർണവും വിജയമല്യ പറ്റിച്ച സ്വർണ്ണ പോളിഷായിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമായിരിക്കും. എനിക്കത് തോന്നുന്നില്ല. നമ്മൾ പറയുന്നില്ല, അന്വേഷണം നടക്കട്ടെ. ഏതായാലും ക്രൈംബ്രാഞ്ചിന് വീടും അന്വേഷിക്കുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ദുരൂഹത ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ പോറ്റി, വാസുദേവൻ പോറ്റിയെ സംബന്ധിച്ച്, വാസുദേവൻ പോറ്റി ഇത് കൊണ്ടുപോകുന്നു. അയാൾ സ്പോൺസർ, രണ്ടാമത് പോളിഷ് ചെയ്യാന്നുള്ള, സ്വർണം പൂശാനുള്ള സ്പോൺസറായിട്ട് വന്നതാണ് വാസുദേവൻ പോറ്റി. ശബരിമലയിലെ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായിരുന്നു വാസുദേവൻ പോറ്റി. വന്നിട്ട് അത് ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നു. ഏത്? സ്വർണ്ണപ്പാളികൾ കാണാതായപ്പോൾ ഇത് പൂശിത്തരാം എന്ന് പറഞ്ഞ് വാസുദേവൻ പോറ്റി വരുന്നു. അയാളത് പൂശുന്നു. തിരിച്ചു വരുമ്പോൾ വെയിറ്റ് കുറയുന്നു. പിന്നെ പറയുന്ന അതിൻ്റെ 2 പീഠം ഉണ്ടായിരുന്നു പറയുന്നു. ഒരു പീഠം ഞാൻ ഉണ്ടാക്കി കൊടുത്തു, അത് പാകമല്ലാത്ത കാരണം അത് തിരിച്ചു കൊടുത്തയച്ചു, അതിപ്പോൾ കാണുന്നില്ല എന്ന് പറയുന്നു. അതെവിടെയെന്ന് അന്വേഷണം വരുമ്പോഴത്തേക്ക് അത് പുള്ളിയുടെ ഒരു കോട്ടയത്തുള്ളൊരു ജോലിക്കാരൻ്റെ വീട്ടിലായിരുന്നു പറയുന്നു. ഈ വാർത്തകളൊക്കെ വന്നപ്പോൾ ജോലിക്കാരൻ, 2 പെൺമക്കൾ മാത്രമുള്ള ജോലിക്കാരൻ ഭയചകിതനായിട്ട് അയാൾ അയ്യോ ഞാൻ കുടുങ്ങുമല്ലോ എന്ന് കരുതിയിട്ട് ഇയാൾ നേരെ കൊണ്ടുപോയി പോറ്റിയെ വിളിച്ച് പറയുന്നു. പോറ്റി ഉടനെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലുള്ള എൻ്റെ സഹോദരിയുടെ വീട്ടിൽ കൊടുത്തേക്കാൻ പറയുന്നു. അവിടെ എത്തുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരുപാട് കഥകളുണ്ട്. ഏതായാലും സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയാണെങ്കിൽ
നല്ല കാര്യമാണ്. എന്തായാലും ഇതിൻ്റെ ദുരൂഹത പുറത്തു പറഞ്ഞല്ലോ. ഏതായാലും ഹൈക്കോടതി ഇടപെടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഇതിനകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നത് ഇത് ഈ സർക്കാരിനെ അയ്യപ്പ സംഗമത്തെ ഒക്കെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില കേന്ദ്രങ്ങൾ പടച്ചുവിട്ട കഥയാണ്. ആ പടച്ചുവിട്ട കഥയാണെങ്കിൽ അതിനകത്ത് 2 പ്രതികൾ കൂടിയുണ്ട്. അവരെ കൂടെ പ്രശാന്ത് കുറ്റപ്പെടുത്തണം. ഒന്ന് കേരള ഹൈക്കോടതിയാണ്. ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഒരു കേസിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്വർണത്തിലുള്ള കുഴപ്പങ്ങൾ പുറത്തു വന്നത്. രണ്ടാമത്തെ പ്രതി ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ആളാണ്. ആ പ്രതിയാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പുറത്തു വരാനും ചർച്ചയാകാനും ഒക്കെ കാരണമായത്. പറ്റുമെങ്കിൽ അദ്ദേഹത്തെ രാജ്യരക്ഷാ നിയമം അനുസരിച്ച് ശിക്ഷിച്ച് ജയിലിലടക്കണം. ആ ആളുടെ പേര് അയ്യപ്പൻ എന്നാണ്. കാരണം അയ്യപ്പൻ്റെ ഒരു നിയോഗമാണ്. അയ്യപ്പൻ തീരുമാനിച്ചു ഇതൊക്കെ വിളിച്ചു പറയിപ്പിക്കാൻ, ഹൈക്കോടതിയെ കൊണ്ട് ഈ സമയത്ത് കേസെടുപ്പിക്കാൻ, ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ, രേഖകൾ വിളിച്ചു വരുത്താൻ, പരിശോധിക്കാൻ ഒക്കെ ജഡ്ജിമാർക്ക് തോന്നിയതെങ്കിൽ ഭഗവാന്റെ നിയോഗമാണ്. അപ്പോൾ മുഖ്യപ്രതി ഭഗവാനാണെന്നേ. അപ്പോൾ ഭഗവാനെ നിങ്ങൾക്ക് ആളായിട്ട് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അയ്യപ്പൻ്റെ വിഗ്രഹം എടുത്ത് നിങ്ങൾ ജയിലിലാക്കുക. അതല്ലേ പറ്റുള്ളൂ. ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ശബരിമലയിൽ നടന്നിട്ടുള്ള ദുരൂഹമായ ഇടപാടുകൾ ചർച്ചയാകണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന അയ്യപ്പൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഗൂഢാലോചനക്കാരെ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നെങ്കിൽ ആദ്യ പ്രതി അയ്യപ്പനെ ആക്കണം. കാരണം അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തണം. ഇതിനകത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തണം, കുറ്റക്കാരെ പിടിക്കണം. ഒപ്പം ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ട് പറഞ്ഞല്ലോ, ഈ മലയിൽ അയ്യപ്പന് കിട്ടുന്ന രത്നങ്ങൾ, മാല, സ്വർണം ഇതെല്ലാം കൂടെ ഒരു മഹസറുമില്ല, ഒരു രേഖയും ഇല്ലാതെ ചാക്കിൽ കെട്ടിയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് വായിച്ച് കേരള ഹൈക്കോടതി ഞെട്ടിപ്പോയി. ഹൈക്കോടതി അപ്പോൾ ജസ്റ്റിസ് KT ശങ്കരനെ, ശങ്കരനെക്കുറിച്ച് ജഡ്ജിയെക്കുറിച്ച് പറഞ്ഞാൽ കേരള ഹൈക്കോടതിയിലെ ഏറ്റവും വിഖ്യാതനായ, ഏറ്റവും സത്യസന്ധനായ, ഏറ്റവും നിശ്ചയദാർഢ്യത്തോടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ അചഞ്ചലമായി നീതിയുടെയും സത്യത്തിൻ്റെയും ഭാഗത്ത് നിൽക്കുന്ന ഒരു ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് KT ശങ്കരൻ. KTSനെ ഈ ഇത് പരിശോധിക്കാൻ നിയോഗിച്ചത് വഴി ഹൈക്കോടതി അതിശക്തമായ നടപടിയാണ് എടുത്തിരിക്കുന്നത്. കേരളത്തിലെ ഭക്തർക്ക് വിശ്വസിക്കാവുന്ന ഏറ്റവും നല്ല ഒരാളെ അന്വേഷിക്കാൻ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം അയ്യപ്പൻ്റെയോടുള്ള കടമ നിർവഹിക്കുമാറ് സ്തുത്യർഹമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനി പുറത്ത് വരാൻ പോവാണ്. ഹൈക്കോടതി പക്ഷേ പറഞ്ഞിട്ടുണ്ട് ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ടല്ല, കോടതിക്ക് ബോധ്യപ്പെടാനാണെന്നുള്ളത്. പക്ഷേ അതിലെനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഇത് കോടതി പറഞ്ഞിട്ടല്ല ഈ ഭക്തർ ഈ പറയുന്ന സംഭാവനകൾ, വഴിപാടുകൾ, കാണിക്കകളൊക്കെ ശബരിമലയ്ക്ക് കൊടുക്കുന്നത്. ഭക്തരുടെ പൈസയാണ്. അതെങ്ങനെ സൂക്ഷിക്കുന്നു, അതിൻ്റെ പരിപാലനം എങ്ങനെയാണ്, അത് എത്രയുണ്ട് എന്നറിയാൻ ഓരോ ഭക്തനും അവകാശമുണ്ട്. അതുകൊണ്ട് അത് ജസ്റ്റിസ് KT ശങ്കരൻ കണ്ടെത്തുന്ന കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഹൈക്കോടതി അത് അങ്ങനെ തന്നെ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ അത് പൊതുജനങ്ങൾക്ക്, അയ്യപ്പ ഭക്തർക്ക് അറിയുമാറ് പൊതുമധ്യേ ലഭ്യമാക്കാനുള്ള നടപടി കൂടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ കഥ ആകെ പറഞ്ഞു. ഇനി പ്രജിത പറ, ശബരിമലയിൽ സ്വർണം മോഷണം പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.